ഒരാളെ പച്ചയ്ക്ക് തീ കൊളുത്തി ചുട്ടരിച്ച് കൊല്ലണമെങ്കിൽ അയാളോട് അത്രമേൽ പക മനസ്സിൽ തോന്നണം. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും പ്രണയ നൈരാശ്യവും അക്രമങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അവിടെ ചാരമായി മാറുന്ന നിരവധി മനുഷ്യജീവനുകളുണ്ട്. ആ ഭയാനകമായ കാഴ്ചകൾ, അതിന് പിന്നാലെ ഉയരുന്ന നിലവിളികൾ, അലമുറിയിട്ട് കരയുന്ന കുടുംബങ്ങൾ. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പക തീ കൊളുത്തിയ കേസുകൾ ഒട്ടനവധിയുണ്ട്. ഒരാളെ ചുട്ടില്ലാതാക്കി പ്രതികാരം ചെയ്യുന്നവരുടെ മനോഭാവം എന്തായിരിക്കും? അവരുടെ ഉള്ളിലെ പ്രതികാരത്തിൻ്റെ തീ എപ്പോഴാണ് ആളിക്കത്താൻ തുടങ്ങുന്നത്? ഈ പകലും കേട്ടു 2 സ്ത്രീകളുടെ നിലവിളികൾ. കണ്ണൂരിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത് ഭർത്താവാണെങ്കിൽ പെരുമ്പാവൂരിൽ കാമുകിയുടെ വീടും വാഹനവും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത് ആൺ സുഹൃത്താണ്. അവരുടെ ലക്ഷ്യം മനുഷ്യക്കുരുതിയായിരുന്നോ? ഇതോടൊപ്പം തിരുവനന്തപുരത്ത് 11കാരിയെ അമ്മയുടെ കാമുകൻ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസും പുറത്തു വരുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബ പ്രശ്നങ്ങൾ കൈവിട്ടു പോയാൽ, ദാമ്പത്യ ബന്ധം പിരിയാൻ തീരുമാനിച്ചാൽ പിന്നെ കൊന്നില്ലാതാക്കുന്ന പ്രതികാരം. കേരളത്തിലെ ചില ആളുകളുടെ മാനസികാവസ്ഥ അങ്ങേയറ്റം ഭയാനകമാണ്. കണ്ണൂരിൽ ഭർത്താവിൻ്റെ ക്രൂരതയിൽ ഒരു യുവതി മരണത്തെ മുഖാമുഖം കണ്ടതാണ്. മാവിലായി സ്വദേശിനി പ്രിയയെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഭർത്താവ് സുനിൽകുമാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. ഓട്ടോറിക്ഷയിലെത്തിയ സുനിൽ ഭാര്യയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചെങ്കിലും ലൈറ്റർ കത്താത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവതിക്ക് നേരെ ഭർത്താവ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കണ്ണൂർ എളവായൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. ഓട്ടോറിക്ഷയിലെത്തിയ സുനിൽകുമാർ പ്രിയയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഗ്യാസ് ലൈറ്റർ കത്താത്തതിനാലാണ് പ്രിയ രക്ഷപ്പെട്ടത്. സുനിൽകുമാർ ലൈറ്റർ കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിലത്തു വീണ പ്രിയ ഓടി സമീപത്തെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ഏറെക്കാലമായി അകന്നാണ് കഴിയുന്നത് എന്ന് പോലീസ് പറഞ്ഞു. പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ആക്രമണം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു പ്രിയ. ഇവരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ടൗൺ പോലീസ് പ്രതി സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കണ്ണൂർ. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിന് പെൺസുഹൃത്തിന്റെ വീടിനും വാഹനത്തിനും തീയിട്ട് യുവാവിന്റെ പ്രതികാരം. പെരുമ്പാവൂർ ഇരിങ്ങോളിലാണ് പ്രണയപ്പകയിൽ കാമുകൻ ആക്രമണം നടത്തിയത്. കൊല്ലം സ്വദേശി അനീഷ് യുവതിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. അനീഷ് പലതവണ വാതിൽ മുട്ടിയെങ്കിലും യുവതി വാതിൽ തുറക്കാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. യുവതിയുടെ മറ്റൊരു സുഹൃത്തിന്റെ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. കേസിൽ അനീഷിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂരിലെ ഇരിങ്ങോളിലാണ് പെൺസുഹൃത്തിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായത്. കൊല്ലം സ്വദേശികളായ അനീഷും യുവതിയും തമ്മിൽ ദീർഘനാളായി സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അവരുടെ സൗഹൃദം തകർന്നു. ഇതിനെ തുടർന്ന് പ്രകോപിതനായാണ് അനീഷ് വീട്ടിലേക്കെത്തിയത്. അനീഷ് പലതവണ മുട്ടിയിട്ടും വാതിൽ തുറന്നില്ല. ഇതോടെയാണ് യുവതിയുടെ വീടിനും ഇവിടെ വെച്ചിരുന്ന ബൈക്കിനും തീവെച്ചത്. യുവതിയുടെ മറ്റൊരു സുഹൃത്തിന്റെ ബൈക്കാണ് കത്തി നശിച്ചത്. വീടിന്റെ ചില ഭാഗങ്ങളും കത്തി നശിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. യുവതി പോലീസ് സഹായം തേടിയതോടെ പെരുമ്പാവൂർ പോലീസ് എത്തിയാണ് അനീഷിനെ കസ്റ്റഡിയിൽ എടുത്തത്. വീട് കയറി ആക്രമിക്കൽ, സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊച്ചി. മാതാപിതാക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളും അവരുടെ വഴിവിട്ട ബന്ധങ്ങളും മക്കളുടെ ജീവിതമാണ് തകർക്കുന്നത്.
തിരുവനന്തപുരത്ത് 11 വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിനിരയായ വിവരം പുറത്തു വന്നത് രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിങ്ങിനിടെയാണ്. അമ്മയുടെ അറിവോടെയാണ് മകളെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചതെന്നാണ് പരാതി. ആൺസുഹൃത്തിനൊപ്പം ഉറങ്ങാൻ അമ്മ നിർബന്ധിച്ചിരുന്നുവെന്ന് 11 വയസ്സുള്ള പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരം സംഭവത്തിൽ കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിലെടുത്തു. ആൺസുഹൃത്തിനു വേണ്ടിയും അന്വേഷണം നടക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിലാണ് 11-കാരി തനിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം വെളിപ്പെടുത്തിയത്. അമ്മയുടെ സുഹൃത്തായ യുവാവാണ് ചൂഷണം ചെയ്തതെന്ന് കുട്ടി മൊഴി നൽകി. ഇതിന് അവസരമൊരുക്കിയതാകട്ടെ അമ്മയും. സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു കുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. പിതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അമ്മ സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾക്കൊപ്പം ഉറങ്ങാൻ നിർബന്ധിച്ച് പറഞ്ഞുവിട്ടതായി കുട്ടി മൊഴി നൽകി. ഉറക്കത്തിനിടയിലാണ് സുഹൃത്ത് ചൂഷണം ചെയ്തത്. ഭയന്ന കുട്ടി അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. എന്നാൽ മിണ്ടാതിരിക്കാനാണ് അമ്മ ആവശ്യപ്പെട്ടതെന്നും കുട്ടി വെളിപ്പെടുത്തി. ഇതോടെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയായിരുന്നു. അമ്മയുടെ സുഹൃത്താണ് കേസിലെ 1-ാം പ്രതി. അമ്മയെ 2-ാം പ്രതിയാക്കി. ഇവർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പീഡനം നടന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അവിടേക്ക് മാറ്റും. അമ്മയുടെ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവാഹമോചന നടപടികൾക്കിടെ കുട്ടി വെളിപ്പെടുത്തിയ കാര്യമായതിനാൽ ബാഹ്യപ്രേരണയുണ്ടോ എന്നതടക്കം കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിലെ ഒരു അധ്യാപകനെതിരായ പോക്സോ കേസ് പോലീസ് പൂഴ്ത്തിയത് 2 വർഷമാണ്. ഒടുവിൽ കോടതിയുടെ ഇടപെടലുണ്ടായതോടെ അധ്യാപകനെതിരെ കേസും സസ്പെൻഷനും. സംഭവം റിപ്പോർട്ട് ചെയ്യാതിരുന്ന പ്രധാന അധ്യാപികയെയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഒരു പെൺകുട്ടിയെ മോശം ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്ന പരാതിയിലാണ് പിതൃസഹജമായ വാത്സല്യത്തോടെയുള്ള സ്പർശനമെന്ന അധ്യാപകന്റെ വാക്ക് മുഖവിലക്കെടുത്ത് കേസ് എഴുതിത്തള്ളാൻ പോലീസ് റിപ്പോർട്ട് നൽകിയത്. പെൺകുട്ടിക്കും കുടുംബത്തിനും പരാതിയില്ലായിരുന്ന കേസിൽ സ്കൂൾ മാനേജറാണ് കോടതിയെ സമീപിച്ചത്. ഏപ്രിലിൽ വടകരയ്ക്ക് സമീപമുള്ള എയ്ഡഡ് സ്കൂളിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 4-ാം ക്ലാസ്സുകാരിയെ സ്കൂളിലെ അധ്യാപകരിൽ ഒരാൾ മോശം ലക്ഷ്യത്തോടെ സ്പർശിക്കുന്നതായി സ്കൂൾ മാനേജർ കണ്ടെത്തുകയായിരുന്നു. മാനേജർ ഇക്കാര്യം പ്രഥമാധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. തുടർന്ന് മാനേജർ പോലീസിൽ പരാതി നൽകി. എന്നാൽ പെൺകുട്ടിക്കും കുടുംബത്തിനും സംഭവത്തിൽ പരാതി ഉണ്ടായിരുന്നില്ല. പിതൃസഹജമായ വാത്സല്യത്തോടെയാണ് സ്പർശനമെന്ന അധ്യാപകന്റെ വാക്ക് മുഖവിലക്കെടുത്ത് കേസ് എഴുതിത്തള്ളാൻ പോലീസ് റിപ്പോർട്ട് നൽകി. CCTV ദൃശ്യങ്ങളുമായി മാനേജർ പിന്നീട് കോടതിയെ സമീപിച്ചു. തുടർന്നാണ് അധ്യാപകനും പോക്സോ നിയമപ്രകാരം നടപടിയെടുക്കാതിരുന്ന പ്രഥമ അധ്യാപികയ്ക്കുമെതിരെ കേസെടുക്കാൻ പോക്സോ കോടതി നിർദ്ദേശിച്ചത്. ഈ ഉത്തരവിന് പിന്നാലെയാണ് ഇരുവരെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താന യഥാർത്ഥത്തിൽ ആരാണ്? തസ്ലീമ, ക്രിസ്റ്റീന, മഹിമ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന യുവതിയുടെ യഥാർത്ഥ പേര് രാജി എന്ന് വെളിപ്പെടുത്തി സഹോദരൻ രംഗത്ത്. കണ്ണൂർ ഇരിട്ടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച തസ്ലീമ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി മാഫിയയിലെ പ്രധാനിയായി വളർന്നത് എങ്ങനെയാണ്? സിനിമാ ബന്ധങ്ങളും തുടർന്നുണ്ടായ പുനർവിവാഹവുമാണ് കുടുംബവുമായി അകലാൻ കാരണം. ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ തസ്ലീമയെ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സഹോദരൻ പറയുന്നു. അതിനിടെ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ എക്സൈസിന്റെ പിടിയിലായി. മലേഷ്യയിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മറവിലാണ് ഇയാൾ കഞ്ചാവ് കടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.
കർണാടക ഉടുപ്പിയിലേക്ക് കുടിയേറിയ കർഷക കുടുംബമാണ് തസ്ലീമയുടേത്. സ്കൂൾ രേഖകളിലും മറ്റും പേര് രാജി എന്നാണെന്ന് സഹോദരൻ പറയുന്നു. കണ്ണൂരിൽ പാസ്റ്റർ വിവാഹം ചെയ്ത ഇവർ ബന്ധം വേർപെടുത്തി 2 മക്കളുമായി ഉടുപ്പിയിലേക്ക്. ഉടുപ്പിയിൽ പ്രീ പ്രൈമറി ടീച്ചറായി സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യേ തമിഴ്നാട് എണ്ണൂർ സ്വദേശി സുൽത്താനുമായി അടുപ്പത്തിലാകുന്നു. തസ്ലീമയുടെ സിനിമാ ബന്ധങ്ങളും സുൽത്താനുമായുള്ള അടുപ്പവുമെല്ലാം സഹോദരനിൽ കടുത്ത വിയോജിപ്പ് ഉണ്ടാക്കുന്നു. പിന്നീട് ഇവർ വിവാഹിതരായി എണ്ണൂരിൽ തസ്ലീമ സുൽത്താനായി മാറുന്നു. നമ്മളൊരു ബന്ധമില്ല. നമുക്കത് നമ്മളതിന്റെ അതിനോട് നമ്മൾ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മുടേതായ രീതിയിൽ പോയി, അവരവരുടേതായ രീതിയിൽ പോയി. ചെന്നൈയിൽ സുൽത്താന്റെ ഇലക്ട്രിക് ഷോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു സ്മഗ്ലിംഗ് എന്ന് എക്സൈസ് പറയുന്നു. എറണാകുളത്ത് ഇവർ നടത്തിയിരുന്ന ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സഹോദരനുമായുള്ള സംഘർഷത്തിൽ വരെ എത്തി. തുടർന്ന് സുൽത്താന തനിക്ക് മംഗലാപുരത്ത് കൊട്ടേഷൻ നൽകിയതായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കുറെ കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ ശരിയായിരിക്കും ചിലപ്പോൾ. കാരണം ഇവിടുന്ന് ഞാൻ അടിച്ച് കൈ ഓടിച്ചു തന്ന അപ്പറാണ് അച്ഛന് കൊണ്ടുപോയിട്ട് ഇവളുടെ കൈ പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മോശമായിട്ട് പറയില്ല, അവൾ അന്ന് കൊട്ടേഷൻ കൊടുത്തു. ഇവിടെ മംഗലാപുരത്തുള്ള ഏതോ ടീമിനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തു അപ്പൻ എന്നോട് പറഞ്ഞു. ക്രിസ്റ്റീന റെസിഡൻസിയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ IG ആണെന്ന് ബന്ധുക്കളോട് തസ്ലീമ പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ഇവർ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെന്നും സഹോദരൻ പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിൽ തസ്ലീമയും സുൽത്താനും വെറും കാരിയേഴ്സ് മാത്രമാണെന്നും ഉന്നത ബന്ധങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അവിടെ ഞാൻ പറയട്ടെ, ഈ കോൺടാക്ട് ലിസ്റ്റിൽ അവിടെ മേടിക്കാനുള്ള ആളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? ഓട്ടെ, ഈ തന്നു വിട്ടവനെയൊക്കെ വിട്. ഇവര് കറക്റ്റ് ചാറ്റ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇവര് വിരിച്ച വലയിൽ വന്ന് വീണതാ. അവിടെയുള്ളവരെ കൊഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതിന് വല വിരിച്ചിട്ടാണ് എക്സൈസ് പിടിച്ചതും. അങ്ങനെ ഈ വല വിരിച്ചപ്പോ ഈ മേടിക്കാൻ നിന്നാണ് എന്നെ പിടിക്കാത്തത്. കറക്റ്റ് ഓഫീസർമാര് കറക്റ്റാണ് എല്ലാ കാര്യം പുറത്തു വരും. അപ്പൊ അവര് ഇതൊക്കെ മറച്ച് കുറെ കാര്യം മറച്ച് കുറെ അങ്ങ് വിഴുങ്ങി, എന്നിട്ട് കുറച്ച് കാര്യം മാത്രം പുറത്തു വിട്ടു. കേസിൽ പിടിയിലായ സുൽത്താൻ എണ്ണൂരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മതിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് സുൽത്താനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായകരമായിട്ടുള്ളത്. ഈ വീടെന്ന് പറഞ്ഞ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലുള്ള ഊര് തലൈവന്മാരുടെ ഒരു സഹായം കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ ഈ പറയുന്ന സെൽവിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. സുൽത്താനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ എന്ന പേരിൽ മലേഷ്യയിൽ നിന്നുമാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 25 മുതൽ 27 വരെ ഉടുപ്പിയിൽ തസ്ലീമ കുടുംബസമേതം അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ പറയുന്നു. അച്ഛന്റെ ചികിത്സയ്ക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വിലമതിക്കുന്ന കഞ്ചാവ് വിദേശത്ത് നിന്ന് വാങ്ങാൻ കഴിഞ്ഞതെന്ന സംശയവും സഹോദരൻ പങ്കുവയ്ക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ തസ്ലീമയുടെ സഹോദരന്റെ വെളിപ്പെടുത്തലിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ കേസിൽ തന്റെ സഹോദരി കുറ്റക്കാരിയല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇതിലെ ഉന്നതർ പുറത്തുവരിക തന്നെ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ പ്രതിയിൽ നിന്ന് തൊണ്ടിമുതൽ കണ്ടെത്താൻ പോലീസിന്റെ പെടാപ്പാട് നമ്മൾ കണ്ടതാണ്. സമാനമായൊരു തൊണ്ടിമുതൽ കഥയാണ് പാലക്കാടുണ്ടായത്. ഒരു മോഷ്ടാവിനെ തീറ്റിപ്പോറ്റി പോലീസ് കാവലിരുന്നത് 2 ദിവസത്തോളം. ഇടയ്ക്കിടെ ഭക്ഷണവും വാഴപ്പഴവും നൽകി. നിശ്ചിത ഇടവേളകളിൽ എക്സ്റേ എടുത്ത് മാലയുടെ സ്ഥാനം മാറ്റം ഉറപ്പാക്കി. വിസർജ്യം കവറിൽ ശേഖരിച്ച് മാല ഉണ്ടോ എന്ന് നോക്കി. 2 പോലീസുകാർ ഇങ്ങനെ ഊഴം വെച്ച് കള്ളന് കാവലിരുന്നതോടെ ഒടുവിൽ ആശ്വാസം. പോലീസിന് തൊണ്ടിമുതൽ കിട്ടിയിരിക്കുന്നു. മോഷണം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തൊണ്ടിക്കായി വല്ലാത്തൊരു കാത്തിരിപ്പിലായിരുന്നു ആലത്തൂർ പോലീസ്. ഞായറാഴ്ച രാത്രി 9-നാണ് മേലാർക്കോട് വേലയ്ക്കിടെ മധുര സ്വദേശി മുത്തപ്പൻ 3 വയസ്സുകാരിയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്തത്. ഇത് കണ്ട മുത്തശ്ശി ബഹളം വെച്ചു. നാട്ടുകാർ ഇയാളെ പിടികൂടി ദേഹപരിശോധന നടത്തിയെങ്കിലും മാല കിട്ടിയില്ല. മാല വിഴുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു. തുടർന്ന് പോലീസ് വന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിൽ എത്തിച്ച എക്സ്റേ പരിശോധനയിൽ മാല വയറ്റിലുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോഷ്ടാവിന് വയറിളകാൻ മരുന്ന് നൽകി. എന്നാൽ അത്ര പെട്ടെന്നൊന്നും മാല കിട്ടിയില്ല. വിശന്നാലും ഇല്ലെങ്കിലും മുത്തപ്പന് നല്ല ഭക്ഷണവും ഇടയ്ക്കിടെ വാഴപ്പഴവും നൽകി. ആവശ്യത്തിന് വെള്ളവും കുടിപ്പിച്ചു.
നിശ്ചിത ഇടവേളകളിൽ എക്സ്റേ എടുത്ത് മാലയുടെ സ്ഥാനമാറ്റം ഉറപ്പാക്കി. വിസർജ്യം കവറിലാക്കി മാലയുണ്ടോ എന്ന് പരിശോധിച്ചു. ഒടുവിൽ ബുധനാഴ്ച വൈകിട്ടാണ് പോലീസിന്റെ കാത്തിരിപ്പും കഷ്ടപ്പാടും തീർന്നത്. തൊണ്ടി മുതൽ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. ചിറ്റൂർ പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ മകൾ നക്ഷത്രയുടെ മാലയാണ് മുത്തപ്പൻ മോഷ്ടിച്ചത്. മാലയ്ക്ക് 3/4 പവൻ തൂക്കം വരും. ന്യൂസ് 18 പാലക്കാട്. എൻ്റെ പണി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി എന്തു പേടിക്കാനാണ്? ഇതുതന്നെ ഇനിയും ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. ഇങ്ങനെ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചത് ലഹരി കേസിലെ പ്രതിയാണ്. ലഹരി കടത്തു കേസിൽ കസ്റ്റഡിയിലിരിക്കെ രക്ഷപ്പെട്ട തൃശൂർ മനക്കോടി സ്വദേശി ആൽബിനാണ് പിടിയിലായപ്പോൾ പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തിയത്. റൺവേ സിനിമ മോഡലിൽ ടാങ്കർ ലോറിയിലാണ് യുവാവ് സഹോദരനൊപ്പം ലഹരി കടത്തിയിരുന്നത്. ഇവർക്ക് രക്ഷപ്പെടാനുള്ള സഹായമെല്ലാം ചെയ്തു കൊടുത്തത് സ്വന്തം അമ്മയും. മുൻ കബഡി താരമായ യുവാവാണ് കഞ്ചാവ് കേസിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നെടുപുഴയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിനിടെയാണ് ആൽവിൻ പോലീസിന്റെ പിടിയിലായത്. 40 കിലോ കഞ്ചാവും 70 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടികൂടിയിരുന്നു. മാർച്ച് 29-ന് തെളിവെടുപ്പിനായി ബംഗളൂരുവിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞത്. 3-ാം നിലയിൽ താമസിച്ച മുറിയിൽ നിന്ന് പൈപ്പ് വഴി ഇറങ്ങിയാണ് ആൽവിൻ രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ ഇയാളെ സഹായിക്കാൻ നാട്ടിലുള്ള ബന്ധുക്കളും എത്തി. രക്ഷപ്പെട്ട വിവരം ആൽവിൻ വഴിയാത്രക്കാരന്റെ മൊബൈലിൽ നിന്നാണ് ബന്ധുവിനെ അറിയിച്ചത്. ബന്ധു ഇയാൾക്ക് പണം അയച്ചു കൊടുത്തു. പിന്നാലെ സഹോദരനും സുഹൃത്തുക്കളും ബംഗളൂരുവിലെത്തി. ഇവർ കൊണ്ടുവന്ന കട്ടർ ഉപയോഗിച്ചാണ് വിലങ്ങ് മുറിച്ചു മാറ്റിയത്. തുടർന്ന് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ ആൽവിനെ കേരളത്തിലേക്ക് എത്തിച്ചു. തളിക്കുളം, കോഴിക്കോട്, പൊന്നാനി എന്നിവിടങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പൊന്നാനിയിൽ വെച്ചാണ് ആൽവിൻ വീണ്ടും പോലീസിന്റെ പിടിയിലായത്. നെടുപുഴ സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടന്ന് ഇയാൾ പോലീസുകാർക്ക് നേരെ പരസ്യ വെല്ലുവിളി ഉയർത്തിയിരുന്നു. തന്റെ പണി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പേടിക്കാനില്ലെന്നും ഇനിയും ഇത് തന്നെ ചെയ്യുമെന്നുമാണ് ആൽവിൻ പറഞ്ഞത്. തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കഴിക്കാൻ ചിക്കൻ ബിരിയാണി ആവശ്യപ്പെട്ടും ആൽവിൻ പോലീസുകാരുമായി വഴക്കിട്ടിരുന്നു. സംസ്ഥാന കബഡി താരമായിരുന്ന ഇയാൾ വിപുലമായ സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. നിരവധി വിദ്യാർത്ഥികളെ ആൽവിൻ ഇത്തരത്തിൽ ലഹരി കടത്തുകാരാക്കിയിട്ടുണ്ട്. ഇയാളുടെ ലഹരി കച്ചവടത്തിന് അമ്മയുടെയും ഒരു സഹോദരന്റെയും പിന്തുണയുണ്ടായിരുന്നു. സാമ്പത്തികമായി ദയനീയാവസ്ഥയിലാണെന്ന് നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ആൽവിൻ. 21-ാം വയസ്സിൽ തന്നെ സ്വന്തമായി കാറും നിരവധി ബൈക്കുകളും ആൽവിൻ സ്വന്തമാക്കിയിരുന്നു. ലഹരി കച്ചവടത്തിലൂടെ ഇയാൾ സമ്പാദിച്ച സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അവ കണ്ടുകെട്ടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് കാണാതായ ബാസില എന്ന യുവതിക്കും 2 കൈക്കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ പട്ടാമ്പിലെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ 3 പേരെയും പിന്നെ ആരും കണ്ടിട്ടില്ല. ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ആകെയുള്ള തുമ്പ്. കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യുവതി മക്കളെയും കുട്ടി എവിടെയായിരിക്കും പോയത്? ഫോൺ കോൾ വിവരങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസില, മക്കളായ റബിയുൽ ഗസി, ഗനീം നാഷ് എന്നിവരെയാണ് കാണാതായത്. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ബാസില ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മക്കളെയും കൊണ്ടുപോയത്. ഭർത്താവിന്റെ വീട്ടിൽ എത്താതിരുന്നതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി വ്യക്തമായി. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്.
2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, ഞാൻ ആങ്ങളെയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ മോൾക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ, 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ രണ്ടുപേരും ഒരു 2:30-2:45 അവർ 2 കുട്ടികളെയും കൂട്ടിയിട്ട്, പെങ്ങൾ 2 കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങണതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4-5 പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യണതായിട്ടുണ്ട്. അതിന് ശേഷം കോയമ്പത്തൂർ പാസഞ്ചറും അതേപോലെ ഇന്റർസിറ്റിയും പാടെ വന്ന് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവരെ കാണുന്നില്ല. ആ ഗ്യാപ്പിൽ പിന്നെ അവിടുന്ന് കാലിയാണ്, റെയിൽവേ പ്ലാറ്റ്ഫോം കാലിയാണ്. അത്രയാണ് അറിയുള്ളത്. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഷഫീറാണ് ബാസിലയുടെ ഭർത്താവ്. കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. രാത്രി സമയങ്ങളിൽ ഏറ്റവും ഭീതിയോടെ ജോലി ചെയ്യുന്നത് പെട്രോൾ പമ്പ് ജീവനക്കാരാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ എത്തുന്നവരുടെ ഭാഗത്തുനിന്ന് ആക്രമണവും ചിലപ്പോൾ കവർച്ചയും നേരിടുന്നുണ്ട്. കോട്ടയം ഇല്ലിക്കലിൽ അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായതിൻ്റെ നടുക്കത്തിലാണ് പെട്രോൾ പമ്പ് ജീവനക്കാരൻ. ബൈക്കിൽ വന്നിറങ്ങിയ ആൾ പ്രകോപനമില്ലാതെ യുവാവിനെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ അക്രമിയെ പിടികൂടി പോലീസിന് കൈമാറി. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ആക്രമണം നടന്നത്. ബൈക്കിൽ വന്നിറങ്ങിയ ആക്രമി പ്രകോപനമൊന്നും കൂടാതെ ജീവനക്കാരെ മർദ്ദിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ബസ് ജീവനക്കാർ എത്തിയാണ് യുവാവിനെ രക്ഷിച്ചത്. ഇവർക്ക് നേരെയും ആക്രമണമുണ്ടായതോടെ ജീവനക്കാർ സംഘടിതമായി തിരിച്ചടിച്ചു. കാരാപ്പുഴ സ്വദേശി ശരത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇയാളെ കുമരകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെ പിന്നീട് പോലീസിന് കൈമാറി. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള പമ്പിലാണ് ആക്രമണമുണ്ടായത്. ന്യൂസ് 18 കോട്ടയം. വനം വകുപ്പിലെ കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥൻ ഏത് കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടാലും ഒരാളും തൊടാൻ പോലും ധൈര്യപ്പെടില്ലെന്ന ആത്മവിശ്വാസം. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ പലതവണ മന്ത്രി തന്നെ നേരിട്ട് സംരക്ഷിച്ചതാണ്. എന്നാൽ ഇത്തവണ സുധീഷ് കുമാറിന് പിഴച്ചു. ഇരുതലമൂരിയെ കടത്തിയ കേസിൽ പ്രതികളിൽ നിന്നും 1.5 ലക്ഷം രൂപയോളം കൈക്കൂലി വാങ്ങിയ കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ സസ്പെൻഷൻ. വനംവകുപ്പ് മേധാവിയാണ് സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അടുത്ത മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് നടപടി. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. ഇരുതലമൂരിയെ കടത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ പ്രതികളെ രക്ഷിക്കാൻ 1,45,000 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. പ്രതികൾ വന്ന വാഹനത്തിന്റെ ഉടമയെ ഒഴിവാക്കാൻ ആദ്യം 1 ലക്ഷം രൂപ വാങ്ങി. തുടർന്ന് പ്രതികളെ സഹായിക്കാനെന്ന പേരിൽ ഒരാളുടെ സഹോദരിയുടെ പക്കലിൽ നിന്നും 45,000 രൂപ ഓൺലൈനായും വാങ്ങി എന്നിങ്ങനെയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിന് പിന്നാലെ സുധീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ
10-ലധികം കേസുകളിൽ പ്രതിയാണ് സുധീഷ് കുമാർ. ഇയാൾക്കെതിരെ വനം വകുപ്പിന്റെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സസ്പെൻഷൻ നടപടി നേരിട്ടെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി സർവീസിൽ തിരിച്ചു കയറുകയായിരുന്നു. അതിനിടയിലാണ് അഴിമതി കേസിൽ ജയിലിലാവുന്നത്. സുധീഷ് കുമാറിനെ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് ഇയാൾ നടപടി നേരിടുന്നത്. ന്യൂസ് 18 പാലോട്. പട്ടാപ്പകൽ ബൈക്ക് മോഷണം, രാത്രി സമയങ്ങളിൽ കവർച്ചയും കഞ്ചാവ് കച്ചവടവും, ഇങ്ങനെ പല സംഘങ്ങളും നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പട്ടാപ്പകൽ സ്കൂട്ടർ മോഷ്ടിച്ച യുവാക്കളും ഇങ്ങനെ സ്ഥിരം മോഷ്ടാക്കളാണ്. കോഴിക്കോട് ടൗണിലെ മേൽപ്പാലത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് 2 യുവാക്കൾ മോഷ്ടിച്ചത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജോലി ചെയ്യുന്ന മൂടാടി സ്വദേശി രാജീവൻ രാവിലെ 7:30യോടെയാണ് കൊയിലാണ്ടി മേൽപ്പാലത്തിന് സമീപം സ്കൂട്ടർ വെച്ച ശേഷം ജോലിക്ക് പോയത്. സ്കൂട്ടറിന്റെ താക്കോൽ കയ്യിൽ കാണാതെ വന്നതിനെ തുടർന്ന് വാഹനത്തിൽ തന്നെ മറന്നോ എന്ന് സംശയമുണ്ടായി. തുടർന്ന് വാഹനം വച്ചിരുന്ന സ്ഥലത്തിന് സമീപമുള്ള സുഹൃത്തിനെ വിളിച്ച് സ്കൂട്ടറിൽ താക്കോൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്ത് സ്ഥലത്തെത്തി നോക്കിയപ്പോൾ സ്ഥലത്ത് വാഹനമുണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 2 യുവാക്കൾ സ്കൂട്ടറുമായി കടന്നുകളയുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. സമീപത്തിരുന്ന ബുള്ളറ്റിലെ ഹെൽമറ്റും മോഷ്ടിച്ചാണ് യുവാക്കൾ സ്ഥലം വിട്ടത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞതായി കൊയിലാണ്ടി പോലീസ് അറിയിച്ചു. വൈകാതെ പ്രതികളെ പിടികൂടും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും കൊയിലാണ്ടി പട്ടണത്തിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിനി ഷിബിലിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസും വലിയ ആക്ഷേപങ്ങൾ നേരിട്ടതാണ്. ഭർത്താവ് യാസിർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന യുവതി താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും അന്നുണ്ടായില്ല. ഒടുവിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിക്കിരയായി യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട പോലീസുകാരൻ്റെ സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. കണ്ണൂർ റേഞ്ച് DIGയുടെ നടപടിയിൽ വീട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് യാസിർ മയക്കുമരുന്നിന് അടിമയായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു എന്ന് കാട്ടി ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ തുടർ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് സ്റ്റേഷൻ PRO കൂടിയായ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ പരാതി കിട്ടിയപ്പോൾ തന്നെ ഇരുവരുമായും സംസാരിച്ചതായും ഷിബിലക്ക് കൂടി തൃപ്തികരമായ രീതിയിൽ നടപടിയെടുത്തതായും നൌഷാദ് വിശദീകരിച്ചിരുന്നു. ഇത് അംഗീകരിച്ചാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. നടപടിക്കെതിരെ ഷിബിലയുടെ കുടുംബം രംഗത്തെത്തി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം നടന്നിട്ട് പോലും അതിനുശേഷം പോലീസ് സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ജനങ്ങളെ ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നതാണ്. കാരണം ഈ പ്രതിയെ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കൃത്യം നടന്നിട്ടുള്ള സ്ഥലത്ത് പോലും കൊണ്ടുപോയി തെളിവെടുപ്പ് പോലും നടത്താതെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. ഷിബില കൊലക്കേസിൽ SHO അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കേസന്വേഷണത്തിൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് 18-നാണ് ഷിബില കൊല്ലപ്പെട്ടത്. കേസിൽ ഭർത്താവ് യാസിർ റിമാൻഡിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. മാതൃകാപരമായ ജീവിതം നയിക്കേണ്ടവരാണ് പൊതുപ്രവർത്തകർ. ഒരു തട്ടിപ്പ് കേസോ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളോ ഉണ്ടായാൽ അവരുടെ സൽപ്പേര് തന്നെ കളങ്കപ്പെടും. ഇടുക്കി മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരായ തട്ടിപ്പ് കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൊടുപുഴയിലെ ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തുകയും സ്വർണം തട്ടിയെടുക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് കേസ്. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി തൊടുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൊടുപുഴ
ഒരു ജ്വല്ലറി ഉടമയിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പരാതി. പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി എന്ന സ്ത്രീ പീഡന ശ്രമത്തിന് പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കണമെങ്കിൽ കൂടുതൽ പണം വേണമെന്നും ജ്വല്ലറി ഉടമയോട് ജിജി ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജനുവരിയിലാണ് മാത്യു സ്റ്റീഫനും ജിജിയും സുബൈറും തൊടുപുഴയിലെ ജ്വല്ലറിയിലെത്തി നിർധന കുടുംബത്തെ സഹായിക്കാൻ സ്വർണം കടമായി നൽകണമെന്നാവശ്യപ്പെട്ടത്. മുൻ MLA എന്ന നിലയ്ക്ക് 1,69,000 രൂപയുടെ സ്വർണം നൽകിയെന്ന് ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ പറയുന്നു. 2 ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരണ്ടിയായും നൽകി. പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ 2 ലക്ഷം രൂപ നൽകി. പിന്നീട് 10 ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരിയിൽ ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി. എന്നാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ജ്വല്ലറി ഉടമ മടക്കി അയച്ചു. സമ്മർദ്ദത്തെ തുടർന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണം പിന്നീട് ഉടമ കടമായി നൽകി. എന്നാൽ ഈ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പീഡന പരാതി നൽകുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നുമാണ് മാത്യു സ്റ്റീഫന്റെ പ്രതികരണം. അതേസമയം കോട്ടയം പള്ളിക്കത്തോട് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ, ജിജി എന്നിവർ റിമാൻഡിലാണ്. തൊടുപുഴയിലെ കേസിലും ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് സുബൈറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇവർക്കെതിരെ പലയിടങ്ങളിലും പരാതിയുള്ളതായി പോലീസ് പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ. എന്നാൽ സംഘടനയുമായി തനിക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന് മാത്യു സ്റ്റീഫൻ പറയുന്നു. തൊടുപുഴയിലെ കേസിൽ ജിജിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ 15-ന് പോലീസ് അപേക്ഷ നൽകും. ന്യൂസ് 18 തൊടുപുഴ. ഈ സമീപകാലത്ത് ബോളിവുഡ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടൻ സെയ്ഫ് അലി ഖാനും കുടുംബത്തിനു നേരെയുണ്ടായ ആക്രമണം. ജനുവരി 16-നാണ് ബാന്ദ്രയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അക്രമി നടനെ കുത്തി പരിക്കേൽപ്പിച്ചത്. കേസിൽ 3 മാസം തികയും മുൻപേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 1000-ലധികം പേജുകളുള്ള കുറ്റപത്രമാണ് ബാന്ദ്ര കോടതിയിൽ സമർപ്പിച്ചത്. സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ നിന്നും പ്രതിയിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കഷ്ണങ്ങൾ ഒരേ കത്തിയുടെ 3 വ്യത്യസ്ത കഷ്ണങ്ങളെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി ഷെരീഫുൾ ഇസ്ലാമിൻ്റെ വിരലടയാളങ്ങൾ സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജനുവരി 16-ന് ബാന്ദ്രയിലെ വീട്ടിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. അതിക്രമിച്ചു കയറിയ പ്രതി നടനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ തെളിവുകളും ശാസ്ത്രീയ റിപ്പോർട്ടുകളും ഉൾപ്പെടെ 1000 പേജുള്ള കുറ്റപത്രമാണ് ബാന്ദ്ര കോടതിയിൽ സമർപ്പിച്ചത്. പ്രതി മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷഹസാദ് മോഷണ ശ്രമത്തിനിടെ നടത്തിയ ആക്രമണം എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കത്തിയുടെ ഭാഗങ്ങളും പ്രതിയുടെ പക്കലുള്ള കത്തിയും സെയ്ഫ് അലി ഖാനെ കുത്തിയ കത്തിയും ഒന്നാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതിയുടെ ഇടതുകൈയുടെ വിരലടയാളവും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും മറ്റു ഫോറൻസിക് തെളിവുകളും പ്രതിയെ സ്ഥിരീകരിക്കാൻ സഹായകമായി എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതി ഷെരീഫുൾ ഇസ്ലാം ബംഗ്ലാദേശി പൗരനാണ്. ന്യൂസ് 18 മുംബൈ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ അന്തിമ കുറ്റപത്രം ഉടൻ. ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ മുതിർന്ന CPIM നേതാക്കളെ പ്രതി ചേർക്കാനുള്ള നടപടികളും ED പൂർത്തിയാക്കിയെന്നാണ് വിവരം. K. രാധാകൃഷ്ണൻ MPയെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നാണ് തീരുമാനം. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് CPMൻ്റെതടക്കം 128 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് K. രാധാകൃഷ്ണനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ED എത്തിയത്.
ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ഒരു തരത്തിലും ബന്ധമില്ലെന്ന് കെ രാധാകൃഷ്ണൻ മൊഴി നൽകി. കരുവന്നൂർ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അക്കൗണ്ടില്ലെന്നും രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. കേസിൽ മുതിർന്ന CPM നേതാക്കളെ പ്രതി ചേർക്കാനുള്ള നടപടികൾ ED പൂർത്തിയാക്കിയെന്നാണ് വിവരം. ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPM നേതാവ് PR അരവിന്ദാക്ഷനെ പ്രതി ചേർത്തിരുന്നു. CPM നേതാക്കളായ AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെയും ED ചോദ്യം ചെയ്തിരുന്നു. സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം 56 പേരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ. CPMന്റേതടക്കം 128 കോടിയുടെ സ്വത്തുക്കളാണ് കേസിൽ ED കണ്ടുകെട്ടിയിട്ടുള്ളത്. കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ആനന്ദ്കുമാർ അടുത്തെങ്ങും വെളിച്ചം കാണുന്ന മട്ടില്ല. പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കണ്ണൂർ സീഡ് സെക്രട്ടറിയുടെ പരാതിയിലാണ് ആനന്ദ്കുമാറിനെ പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദ്കുമാർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലൊന്നായ പാതിവില തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. മാർച്ച് 11-നാണ് KN ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷയ്ക്കിടെ ആനന്ദ്കുമാറിന്റെ അഭിഭാഷകൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്നും പാതിവില തട്ടിപ്പ് കേസിൽ പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്നും വ്യക്തിപരമായി ബന്ധമില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. NGO കോൺഫെഡറേഷൻ ചെയർമാൻ എന്ന നിലയിലാണ് പ്രവർത്തിച്ചതെന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ജയിലിൽ ആവശ്യമായ ചികിത്സ ലഭ്യമല്ലെങ്കിൽ മാത്രമേ മെഡിക്കൽ ജാമ്യം പരിഗണിക്കൂ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രധാന പ്രതിയായ അനന്തകൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് ആനന്ദ്കുമാറിനെതിരെയുള്ള കേസ്. കണ്ണൂർ സീഡ് സെക്രട്ടറി N രാജ്മോഹന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് 50% നിരക്കിൽ ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2,96,40,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ആനന്ദ്കുമാർ കേസിൽ രണ്ടാം പ്രതിയാണ്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദ്കുമാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ വഞ്ചന, ക്രിമിനൽ വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് 18 കൊച്ചി. സസ്പെൻഷനിൽ തുടരുന്ന N പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ്. പ്രശാന്തിന്റെ ആവശ്യപ്രകാരം ഹിയറിംഗ് നടപടികൾ ചിത്രീകരിക്കും. നേരത്തെ കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിരുന്നില്ല. തർക്കം നീണ്ടുപോകുന്നതിനിടെയാണ് പ്രശാന്തിനെ കേൾക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ A ജയതിലക്, B ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് N പ്രശാന്ത് IASനെ സസ്പെൻഡ് ചെയ്തത്. നവംബർ 11-നായിരുന്നു അന്വേഷണ വിധേയമായുള്ള നടപടി. വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് സസ്പെൻഷൻ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് പരാതി കേൾക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. ഏപ്രിൽ 16-ന് വൈകിട്ട് ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്തിന് നോട്ടീസും നൽകി. ഫെബ്രുവരിയിൽ നൽകിയ കത്തിൽ നേരിട്ട് ഹിയറിംഗ് നടത്തണമെന്നും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് വേണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടിരുന്നു. ഗുരുതര അച്ചടക്കലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചെന്നും കാണിച്ചാണ് നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിരുന്നില്ല. തുടർന്ന് 4 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി. മറുപടിക്ക് പകരം പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് വിവാദമായിരുന്നു. ഇതിന് 2 മറുപടി ചീഫ് സെക്രട്ടറി നൽകി. ആദ്യം നൽകേണ്ടത് മറുപടിയാണെന്നും തെളിവുകൾ ആവശ്യപ്പെടേണ്ടത് അന്വേഷണ സമിതിക്ക് മുന്നിലാണെന്നുമായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി. തർക്കം നീണ്ടുപോകുന്നതിനിടെയാണ്
പ്രശാന്തിനെ കേൾക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. ഡൽഹി ഹൈക്കോടതി ഏപ്രിൽ 21 ഹർജി വീണ്ടും പരിഗണിക്കും. ഹർജി ആദ്യം പരിഗണിച്ച ബെഞ്ചിലേക്ക് വീണ്ടും മാറ്റി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് P. ഹണിക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പരാതി. സെക്രട്ടേറിയറ്റിലെ പാഴ്വസ്തുക്കൾ അനധികൃതമായി കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കോടതി വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. കൊട്ടാരക്കരയിൽ ATMൽ കവർച്ചാശ്രമം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി മാരിമുത്തുവാണ് പിടിയിലായത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരാണ് പ്രതികൾ. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം. കോഴിക്കോട് മുക്കത്ത് MDMAയുമായി യുവാവ് പിടിയിൽ. തിരുവമ്പാടി പോലീസും താമരശ്ശേരി ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് പിടികൂടിയത് കാരശ്ശേരി സ്വദേശി ഹഫ്സലിനെ. മുംബൈയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നയാൾ അറസ്റ്റിൽ. 19-കാരനായ ആസിഫ് മൻസൂരിയെയാണ് അറസ്റ്റ് ചെയ്തത്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ച് അടുത്തുള്ള കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന് മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. മകളുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിശ്രുതവരനൊപ്പം അമ്മ ഒളിച്ചോടിയതായി പരാതി. ഉത്തർപ്രദേശ് അലിഗഡിലെ മന്ത്രാക് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വിവാഹത്തിന് കരുതിവെച്ച സ്വർണവുമായി ഇരുവരും ഒളിച്ചോടിയതായാണ് പോലീസിന് ലഭിച്ച പരാതി. ലൈംഗിക ചൂഷണങ്ങളിൽ സ്വയം പ്രതിരോധം നേടാനാണ് കുട്ടികളെ മാതാപിതാക്കൾ കരാട്ടെ, കുംഫു പോലെയുള്ള ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും കുട്ടികൾ ചൂഷണത്തിന് ഇരകളാകുന്ന സംഭവങ്ങളുണ്ട്. പത്തനംതിട്ട പന്തളത്ത് 16-കാരനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് കുംഫു അധ്യാപകനാണ്. പന്തളം ഉളനാട് സ്വദേശി സാം ജോൺ മാസങ്ങളോളം കുട്ടിയെ പീഡിപ്പിച്ചു. പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. കേസിൽ പ്രതി സാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതുപോലെ കുംഫു മാസ്റ്ററിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാനോ പ്രതിരോധിക്കാനോ കുട്ടികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മക്കൾക്ക് എന്തും വീട്ടിൽ തുറന്നു പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. കുട്ടികളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ മാറ്റം കണ്ടാൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.